വേദിയിൽ നമ്മളോടൊപ്പം ചേരുന്നത് 28ാം വാർഡ് സ്ഥാനാർത്ഥി അനിൽ പള്ളത്താണ്. നമുക്ക് പ്രചരണത്തിന്റെ വിശേഷങ്ങളും വികസന ആശയങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നതൊക്കെ ചോദിച്ചറിയാം. നമ്മൾ ഒറ്റപ്പാലം നഗരസഭയിലെ 28ാം വാർഡ് റെയിൽവേ സ്റ്റേഷൻ വാർഡ് ഒറ്റപ്പാലത്ത് ചരിത്രത്തിൽ ഒരു തരത്തിലുള്ള വികസനമില്ലാതെ കാട് പിടിച്ചെടുക്കുന്ന മുരടിപ്പിച്ച വാർഡ്. 40 വർഷം CPM ഭരണത്തിലുള്ള വാർഡ് തുടർച്ചയായി ഭരണം കിട്ടിയിട്ടും ഒരു തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് അവർക്കില്ല. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ പകുതി ഭാഗമാണ് അതിൽ വരുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ആ പുറം അത് പള്ളം പ്രദേശത്തേക്ക് ഒരു വഴി എന്നതായിരുന്നു അവർ സ്വപ്നം. ആ സ്വപ്നത്തിന് തുരങ്കം വെക്കുന്ന നടപടിയായിരുന്നു കഴിഞ്ഞ കൗൺസിലിന്റെ ഭാഗത്ത്. BJPയുടെ ഒരു കാലത്ത് റെയിൽവേ അത് അടച്ചു കെട്ടാൻ ദീർഘദൂര ട്രെയിനുകളിലെ വേഗത കൂടിയപ്പോൾ ഈ റെയിൽവേ അത് അടച്ചു കെട്ടാൻ തീരുമാനിച്ചു. പേപ്പറിലൊക്കെ വാർത്ത വന്നതിന് വലിയ റെയിൽവേ നടപടികൾ മുന്നോട്ട് വന്നപ്പോൾ അന്നത്തെ രാധാമോഹൻ MP കൊണ്ടുവന്ന് നമ്മൾ സംസാരിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചു. ഒറ്റപ്പാലം റെയിൽവേക്ക് വഴി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കേന്ദ്ര മന്ത്രിസഭ ഒരു മുനിസിപ്പാലിറ്റി കത്തയച്ചു. നിങ്ങളൊരു ശുപാർശ വെക്കണം, പള്ളം ഭാഗത്തേക്ക് ജീവിതങ്ങൾക്ക് വഴി കൊടുക്കണമെന്ന് ശുപാർശ വെച്ച് 2022 അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി വന്ന കത്ത് അവർ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മറച്ചു വെച്ചു. ആ മറച്ചു വെച്ചതിന് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു അവസരമായിരുന്നു. ആ ഒരു അവസരം തിരിച്ചു കിട്ടാൻ ആ ഒരു സാധ്യത നമുക്ക് വീണ്ടും കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഇലക്ഷൻ നേരിടുന്നത്. നമ്മൾ ആ ചരിത്രത്തിൽ ആദ്യമായാണ് BJP മത്സരിക്കുന്നത്. പക്ഷേ അവർക്കുള്ള ഒരു രാഷ്ട്രീയ വിരോധം, CPM കടുത്ത രാഷ്ട്രീയ വിരോധമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. പല വീടുകളിലും അവർക്ക് ഇപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് കേന്ദ്രം അനുവദിച്ചില്ല എന്ന് പറയാം. ഏറ്റവും എളുപ്പമായിരുന്നു ചന്തക്കുളം ഭാഗം. അത് CPM കോട്ട എന്ന് പറഞ്ഞ ഒരു കാലത്ത്, ആ കോട്ട എന്ന് പറയുന്ന കാലത്ത് ഇപ്പം അവിടെ ഒരു താമസക്കാരില്ല. എല്ലാവരും വീട് ഉപേക്ഷിച്ച് പോയി. എന്താണ് കാരണം വെച്ചാൽ അതൊരു ചളിക്കുണ്ടായി മാറി. അപ്പോൾ ഈ റെയിൽവേയുടെ അനുമതി ഒന്നും വേണ്ട ഈ ഭാഗത്തേക്ക് വികസനം. അപ്പോൾ ഒരു തരത്തിലുള്ള വികസന കാഴ്ചപ്പാടും ഇല്ല. ഒരു തരത്തിലുള്ള അവർക്കൊരു ഒന്നിനോട് താല്പര്യം. അവർക്ക് എങ്ങനെ പോയാലും ആ വാർഡ് നിലനിർത്തണം എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം. വാർഡ് ഇങ്ങനെ പോയാൽ നിലനിർത്താൻ പറ്റും. വോട്ടർമാരും 100% ആളുകൾ ഇപ്പോൾ ആ വീട് ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മളെ വോട്ടർമാരെ കാണാൻ പറ്റില്ല. വോട്ടർമാരെ കാണണമെങ്കിൽ നമ്മൾ ചുരങ്ങാട്, പ്ലാത്തറ, മൈലമ്പുറം അങ്ങനെ പോയി തിരഞ്ഞിട്ട് വരണം. അല്ല ഇവിടെ വോട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. അവർ മുഴുവനും വീട് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ. ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ അവിടെ നിന്ന് വീട് ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യം. അപ്പോൾ അവർ ഉടനടി ഒരു ആശുപത്രി അല്ല നോക്കുന്നത്, പുറത്ത് എവിടെ താമസിക്കാൻ ഒരു വീട് കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു. ഇനി ഒരു വികസന തുടർച്ച എന്നല്ല പറയേണ്ടത്. ഈ ഭരണം അവസാനിപ്പിക്കണം. അതിനെ അവസാനിപ്പിക്കാൻ ജനങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഭാരതീയ ജനതാ പാർട്ടി അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഇത്തവണ വിജയത്തിലെത്തിക്കുക. വാർഡ് ഭരണമാറ്റം, വികസനം എന്ന് പറഞ്ഞാൽ ആ വാർഡ് നമ്മൾ BJP പിടിച്ചെടുത്താൽ നമുക്ക് ഒന്നേന്ന് തുടങ്ങണം. ഒരു തരത്തിലുള്ള വികസനമില്ല. ആ വാർഡിന്റെ ഒരു അവസ്ഥ കണ്ടു നോക്കിയാൽ അറിയാം. കുണ്ടും കുഴിയും പൊളിഞ്ഞ വഴികൾ, ഇടവഴികളാണുള്ളത്. ഇടവഴികൾ പോലും ടാർ ചെയ്ത് ഒരു കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുടിവെള്ളം കിട്ടില്ല. പുഴയുടെ തീരത്തുള്ള വാർഡിൽ കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ രാത്രി കാവലിരിക്കുന്ന അവസ്ഥയാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. ഇതിനൊന്നിനും എല്ലാവരും പറയുന്ന ഒരു മറുപടി കേന്ദ്രം സമ്മതിക്കില്ല. ഈ അടിസ്ഥാനപരമായ ഒരു ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു ഭരണസമിതി എന്തിനായിരുന്നു അവിടെ ഭരിക്കുന്നതെന്ന് അറിയാം. അവർക്ക് എന്താണ് വികസന തുടർച്ച എന്ന്? അവരുടെ എതിർ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡിൽ വെച്ചിരിക്കുന്ന വികസന തുടർച്ച എന്നാണ്. എന്നിട്ട് എടുക്കുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ ഫോട്ടോ. റെയിൽവേ സ്റ്റേഷൻ വികസനവും CPM സ്ഥാനാർത്ഥിയും തമ്മിൽ എന്താ ബന്ധം ഇപ്പോഴും മനസ്സിലായില്ല. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. അവരോട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനം, ഏതെങ്കിലും ഒരു വികസനം അവിടെ കാണിച്ചായിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയിലാണ് അവർ നടക്കുന്നത്. അവർ എന്താണെന്ന് വെച്ചാൽ വികസനമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എങ്ങനെ പോയാലും ഈ വാർഡ് പണം കൊടുത്തു നൽകിയാലും വോട്ടർമാർക്ക് പണം നൽകിയാലും വാർഡ് നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഒരു വികസന കാഴ്ചപ്പാടുകളും ഇല്ല. ഒരു തരത്തിലുള്ള വാർഡത്തെ ജനങ്ങളോട് ഒരു സ്നേഹബന്ധം ഇല്ല. വെറുതെ നമ്മൾ കുറച്ച് പൈസ കൊടുത്താൽ നമുക്ക് കുറച്ച് വോട്ടർമാരെ കിട്ടും. ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് അവർ പോകുന്നത്. അവരത് മാറ്റം വരുത്താൻ നമ്മുടെ വോട്ടർമാർ നമുക്ക് തയ്യാറാണ്. വോട്ടർമാർ നമ്മൾ പരിപൂർണമായി സഹകരിക്കുന്നുണ്ട്. BJPക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം അവർ കാണിക്കുന്നത്. BJP ആദ്യമായി മത്സരിക്കുക എന്നുള്ള ഒരു ഇതുമില്ല. അവിടെ BJPക്ക് നല്ല സ്വീകരണമാണ് എല്ലാ വീടുകളിലും ലഭിക്കുന്നത്. നമ്മളെല്ലാ വീടും രാവിലെ പോലെ പോയി ചെന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, അങ്ങനെ എല്ലാ വീട്ടുകാരും നമ്മളെ കയറ്റി സംസാരിച്ച് നമ്മൾക്ക് പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയ ആളുകൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഒരു നല്ല കാര്യം പറയാനുണ്ടായിട്ടില്ല ആർക്കും. അവർ നല്ല കാലത്തേക്ക് തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് നാട് വിട്ടു പോയാൽ ഞങ്ങളുടെ സഹോദരന്മാർ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം. ആരും വീട് വിറ്റിട്ടല്ല പോയത്, എല്ലാം വീട് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അവരെ തിരിച്ച് ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് BJP ഏറ്റെടുക്കുന്ന ദൗത്യം. അതിൽ BJP വിജയം കാണും, 100% ഉറപ്പ് നൽകുന്നു. ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. ഒറ്റപ്പാലത്തെ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന്റെ വിഷയത്തിൽ എന്താണ് BJPക്ക് ഒറ്റപ്പാലത്ത് അധികാരം കിട്ടുകയാണെങ്കിൽ റെയിലുമായി സംസാരിച്ച് മേൽപ്പാലം അല്ലെങ്കിൽ ഒരു മേൽപ്പാലം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്താണ് രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വികസന സാഹചര്യം എന്നറിയില്ല. അതിനനുസരിച്ച് അത് പഠിച്ച് കൃത്യമായി എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ട് നോക്കി പഠിച്ച് അവർക്ക് എന്താണ് സാധിക്കാവുന്ന കാര്യം. അത് നമുക്കൊരു മേൽപ്പാലം എന്ന് വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അതിന് അവിടേക്ക് അത് സാധ്യമാണോ? ആ ഭൂമി ശാസ്ത്രപരമായി അവിടെ എന്താണ് സാധ്യമാകുന്ന നടപടിയാണെന്ന് അവിടെയൊക്കെ ഒരു വഴി എന്നാണ് ആവശ്യം. അത് ഏത് രീതിയിലായാലും ആ വഴി നമ്മൾ അവിടെ കൊണ്ടുവന്നിരിക്കും. അതിന് എന്താണ് സാഹചര്യം, അതിനൊരു അവസരം നൽകിയാൽ ആ വഴി 100% പള്ളം ഭാഗത്തേക്ക് വഴി എത്തിക്കും. അതേപോലെ കാരായിപ്പുറം കേന്ദ്ര ടൂറിസം ഉൾപ്പെടുത്തി നമുക്കൊരു ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള മേഖലയാണിത്. അതിൽ ഭാരതപ്പുഴയുടെ തീർന്ന കാര്യം മായനൂർ പാലം. ആ ഒരു സാഹചര്യം ഉപയോഗത്തിന് മായനൂർ പാലത്തിന് താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഇറക്കി അവിടെ ഒരു ടൂറിസം ഡെവലപ്മെന്റ് നടത്താൻ സാധിക്കുമെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയവുമായി
സംസാരിച്ച് നമ്മൾ അതുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കും. അതേപോലെ ചന്തക്കുളം ഭാഗത്ത് നിന്ന് ഈ മറ്റേ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ നിന്ന് വരുന്ന റോഡ് നേരെ ചന്തക്കുളത്തേക്ക് ഒരു കണക്ഷൻ കൊടുത്താൽ ഒരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കാം. ബൈപ്പാസ് പോലെ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു ചളിക്കുണ്ടാണ് ചാടി കിടക്കുന്നത്. അതിന് പകരം അത് തൂർത്തെടുത്ത് അവിടേക്ക് ഒരു നല്ലൊരു വികസന റോഡ് കൊണ്ടുവന്നാൽ അവിടുത്തെ ആളുകൾക്ക് അവിടെ തിരിച്ച് അവിടെ വന്ന് താമസിക്കും. ഇപ്പോൾ അവിടെ താമസിക്കാൻ പറ്റാത്ത ഒട്ടും വാസയോഗ്യമല്ലാത്ത ഒരു പ്രദേശമാണ് ചന്തക്കുളം. അവിടേക്ക് തിരിച്ച് അവിടുത്തെ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം. ഉള്ളാട്ടിപ്പാട് ഭാഗത്ത് അതേപോലെ ചളിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അവിടെയും മാറ്റങ്ങൾ വരുത്തണം. എല്ലാ വാർഡിന്റെ എല്ലാ പ്രദേശത്തും ഓരോരോ വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിലെത്തി അവിടുത്തെ ജനങ്ങളെയാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് 40 വർഷം ഭരിച്ച ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. നമുക്ക് അവർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ വിശ്വാസമുണ്ട്, നരേന്ദ്രമോദിജിയിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾക്ക് കാണിക്കുന്നുണ്ട്. ഒറ്റപ്പാലം ശ്മശാനത്തിന്റെ കാര്യത്തിൽ BJP നിലപാട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ഈ ശ്മശാനം നിലനിൽക്കുന്നത്. അത് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യം എന്ത് അവിടെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ഒന്നുകൂടി പഠിക്കാനുണ്ട്. അത് ശ്രദ്ധിച്ചെടുത്തിട്ട് ഒരു ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അത് നിർമ്മിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വിജയം തന്നെയാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. വിജയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ജനങ്ങൾ 100% നമുക്ക് വിജയം ഉറപ്പ് നൽകുന്നുണ്ട്. ആ ജനവിശ്വാസം കണക്കിലെടുത്ത് നമ്മൾ വിജയം തന്നെയാണ് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത്.